നമസ്കാരം കൃഷ്ണാനമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. കുതിരമാളിക എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് മുൻപ് കഥ പറഞ്ഞത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃഷ്ണാനമിത്രം തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവർക്കും അതറിയാം. ഇവിടെ വന്നിട്ട് രുക്മിണി സ്വയംവരം കഥയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൊട്ടാരത്തിൻ്റെയൊക്കെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ അന്ന് എൻ്റെ മനസ്സിൽ വന്ന കഥയായിരുന്നു രുക്മിണി സ്വയംവരം എന്ന കഥ. എനിക്ക് ഈ കൊട്ടാരങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരിക പഴയ രാജഭരണകാലം തന്നെയാണ് കേട്ടോ. അന്നത്തെ കാലത്തൊന്നും നമ്മൾ ജീവിച്ചിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലെ കഥകളൊക്കെ കേൾക്കുമ്പോൾ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. എന്താണെന്നറിയോ, എപ്പോഴും ഈ രാജാക്കന്മാരുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പഞ്ചപാണ്ഡവരെയും അവരെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെയാണ് ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് അതുപോലൊക്കെ തന്നെയാണ് തോന്നിയത് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് രുക്മിണി സ്വയംവരം കഥയാണ് പറയാൻ തോന്നിയതെങ്കിൽ ഈ വർഷം ഞാൻ പറയുന്നത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു റൈറ്റപ്പ് സ്റ്റോറിയാണ്. ഈ റൈറ്റപ്പ് സ്റ്റോറി ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആധികാരികത പറയാൻ എനിക്കറിയില്ല. കാരണം ഇത് എഴുതിയിട്ടുള്ള ആ റൈറ്റപ്പ് നടത്തിയിട്ടുള്ള ആൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദ്യം ചെയ്യരുത്, അറിയില്ല എന്ന്. എനിക്ക് കഥ ഒരുപാട് ഇഷ്ടമായി, ഇത് തരുന്ന മെസ്സേജ് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ റൈറ്റപ്പ് സ്റ്റോറി. സാധാരണ ഞാൻ റൈറ്റപ്പ് സ്റ്റോറീസ് പറയാറില്ല, കാരണം അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് ഏത് പുരാണത്തിൽ ആര് പറഞ്ഞതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റപ്പ് സ്റ്റോറിയിൽ മോറൽ എന്ന് പറയില്ലേ, മോറൽ ഓഫ് ദ സ്റ്റോറി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇന്ന് ഞാനത് പറയാമെന്ന് വിചാരിക്കണേ കേട്ടോ. സഹദേവൻ്റെ കഥയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചപാണ്ഡവരിലെ സഹദേവൻ. എപ്പോഴും എനിക്ക് പഞ്ചപാണ്ഡവരെ കുറിച്ച് ഓർക്കാൻ വലിയ ഇഷ്ടമാട്ടോ. കാരണം അവരെ കൃഷ്ണനെ ചേർത്ത് വെക്കാതെ അവരുമായിട്ട് യാതൊരു കഥകളും മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോൾ അവരുടെ കഥകൾ പറയുകയാണെങ്കിലും അവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പഞ്ചപാണ്ഡവരെ കുറിച്ച് പറയാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പഞ്ചപാണ്ഡവരിലെ സഹദേവനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് ഭീമസേനൻ്റെ ഗദായുധത്തിലെ കരുത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ച്, അതും അല്ലെങ്കിൽ വിലാളി വീരനായ അർജുനനെ കുറിച്ച് ഒക്കെയാണല്ലേ. നകുലനെയും സഹദേവനെയും കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല. ഈ കഥയിൽ പറയുന്നത് സഹദേവൻ വളരെ ജ്ഞാനിയായിരുന്നു എന്നും അദ്ദേഹത്തിന് ത്രികാലജ്ഞാനം പോലെ ഈ ജ്യോതിഷശാസ്ത്രത്തിലെ വലിയ വശമായിരുന്നു അത്രേ. ജ്യോതിഷം അദ്ദേഹം എന്താ പറയുക, അരച്ച് കലക്കി കുടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു അത്ര അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയാം, മുന്നേ കൂട്ടി അറിയാം. അന്നത്തെ കാലത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചൊരു ഷാർപ്പ് മൈൻഡ് ആയിരിക്കുമല്ലോ. ഇന്നത്തെ പ്രഡിക്ഷൻസ് പലതും തെറ്റിപ്പോകുന്നത് ജപത്തിൻ്റെ കുറവുകൊണ്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് പിന്നെ അതും ഉണ്ടാവില്ലല്ലോ, അവരൊക്കെ നല്ല ദൈവാധീനമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ പ്രഡിക്ഷൻസ് ഒക്കെ എപ്പോഴും കറക്റ്റ് ആവാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പ്രകാരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷത്തിലുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെ എല്ലാവരും ഒരുപോലെ മാനിച്ചിരുന്നു. ദുര്യോധനൻ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അത്രേ, മഹാഭാരത യുദ്ധം ഏത് മുഹൂർത്തത്തിൽ തുടങ്ങിയാലാണ് ജയിക്കാൻ സാധിക്കുക എന്ന്. അന്നത്തെ ആൾക്കാർക്ക് ധർമ്മനിഷ്ഠ വളരെയധികം ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് ശത്രുക്കളാണെങ്കിൽ പോലും അവരെ സഹായിക്കുക. കലികാലം മൂത്തിട്ടില്ല എന്നർത്ഥം. അവരെ സഹായിക്കാൻ ഉതകുന്നതാണെങ്കിൽ പോലും അദ്ദേഹം ആ ശുഭമുഹൂർത്തം കുറിച്ചു കൊടുത്തു അത്രേ സഹദേവന്, അല്ല ദുര്യോധനന്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അദ്ദേഹം ഈ ശുഭമുഹൂർത്തം ദുര്യോധനന് കുറിച്ചു കൊടുക്കാൻ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും. എന്ത് തന്നെ കുറിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ഇപ്പുറത്ത് കൃഷ്ണൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ജയിക്കാൻ സാധിക്കില്ല എന്നൊരുറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനൊരു മുഹൂർത്തം കുറിച്ച് ദുര്യോധനന് നൽകിയിട്ടുണ്ടാവുക അല്ലേ. എന്തായാലും പിന്നീടുള്ള കഥ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഗ്രഹങ്ങളുടെ നിലകൾക്കനുസരിച്ചാണല്ലോ ജ്യോതിഷത്തിൻ്റെ പ്രവചനം വരിക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഭഗവാൻ ആ മുഹൂർത്തത്തിൽ ചേഞ്ച് വരുത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജ്യോതിഷത്തിലുള്ള വശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജ്യോതിഷത്തിലുള്ള നിപുണത ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സഹദേവനോട് ചോദിച്ചു അത്രേ, അങ്ങേക്ക് പറയാൻ പറ്റുമോ ഈ മഹാഭാരത യുദ്ധം, വരാൻ പോകുന്ന മഹാഭാരത യുദ്ധം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത്രേ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, 4 കാര്യങ്ങൾ ചെയ്താൽ മതി, ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ തുടങ്ങാതിരിക്കാൻ സഹായിക്കാൻ പറ്റും. 4 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താണ് ആ 4 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് ദുര്യോധനനെ ഇല്ലാതാക്കുക. ദുര്യോധനനാണ് ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിന് വേണ്ടി ശാഠ്യം പിടിച്ചിരുന്നത്. അപ്പോൾ ദുര്യോധനനെ ഇല്ലാതാക്കുക.
രണ്ടാമതായിട്ട് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള അർജുനൻ്റെ ഗാന്ധീവം ഇല്ലാതാക്കുക. അർജുനൻ്റെ ഗാന്ധീവം ഇല്ലാതാക്കിയാൽ എന്താ കാര്യം? അർജുനൻ്റെ ഗാന്ധീവത്തിലാണ് പാണ്ഡവരുടെ വിജയത്തിൻ്റെ ഒരു 1/4 പങ്കും ഇരിക്കുന്നത് അവിടെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അർജുനൻ്റെ ഗാന്ധീവം ഇല്ലാതാക്കുക. മൂന്നാമത് ദ്രൗപദി തൻ്റെ ശപഥം മറക്കുക. ദ്രൗപദി ദുശാസനൻ്റെ ചോര കണ്ടാൽ മാത്രമേ മുടി കെട്ടുള്ളൂ എന്നൊരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ശപഥം വേണ്ടാന്ന് വെക്കുക. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന്. ഈ നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണനെ പിടിച്ച് കെട്ടിച്ചങ്ങലക്കിട്ടാൽ മതി, എന്നാൽ ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന്. ഭഗവാൻ തന്നെയാണ് എല്ലാ യുദ്ധത്തിൻ്റെയും ആധാരം എന്ന് സഹദേവൻ പറയാതെ പറഞ്ഞു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത് ശരി, പക്ഷേ ഈ 3 കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ദുര്യോധനനെ നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം, പാഞ്ചാലിയെ പറഞ്ഞു മനസ്സിലാക്കാം, ഗാന്ധീവം നിലത്ത് വയ്ക്കാൻ അർജുനനോടും പറയാം. പക്ഷേ നാലാമത് പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, എന്നെ പിടിച്ച് കെട്ടിയിടുക എന്നുള്ളത്, അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമല്ലേ? അങ്ങനെ ഒരു അഭിപ്രായം സഹദേവനില്ലേ? എന്നെ എങ്ങനെ പിടിച്ച് കെട്ടിയിടാം? സഹദേവനെ കൊണ്ട് സാധിക്കുമോ എന്നെ പിടിച്ച് കെട്ടിയിടാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ എളുപ്പമാണ്, എന്നെ കൊണ്ട് സാധിക്കും അങ്ങേ. അപ്പോൾ ഭഗവാൻ അത്ഭുതത്തോടെ ചോദിച്ചു, 14 ലോകങ്ങളുടെ അധിപനാണ് ഞാൻ എന്നാണ് എല്ലാവരും പറയാറുള്ളത്, എന്നെ പിടിച്ച് കെട്ടുന്ന കാര്യം തന്നെയാണോ സഹദേവൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. സംശയമില്ല, ഞാൻ അങ്ങയെ പിടിച്ച് കെട്ടാൻ തയ്യാറാണ് എന്ന്. എന്നാൽ വരൂ കെട്ടിക്കോളൂ എന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിന്ന് പറഞ്ഞപ്പോൾ സഹദേവൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വീണ് നമസ്കരിച്ച് ധ്യാനത്തിലിരുന്നുത്രേ. എന്നിട്ട് ഭഗവാനെ ഭക്തിപൂർവം, വളരെയധികം ഭക്തിപൂർവം ഭഗവാനെ ആർദ്ര മനസ്സോടുകൂടി വിളിക്കാൻ തുടങ്ങി. അതോടുകൂടി എന്തായി? സഹദേവൻ്റെ മനസ്സിൽ ഭഗവാൻ തടവിലാക്കപ്പെട്ട നിലയിലായി പോയിത്രേ. അതോടെ ഭഗവാന് ഇടവും വലവും തിരിയാൻ പറ്റിയില്ല. കണ്ണു തുറന്നു നോക്കിയ സഹദേവൻ്റെ മുൻപിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അത്രേ, സഹദേവൻ ജയിച്ചിരിക്കുന്നു, ഞാൻ തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ 14 ലോകങ്ങൾ തനിക്കുള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു ചൈതന്യത്തിനെ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ബന്ധനസ്ഥനാക്കാൻ സാധിക്കും. അതിന് ഒന്നേ വേണ്ടൂ, ഭഗവാനോട് കറകളഞ്ഞ ഭക്തി. അത് മാത്രമേ വേണ്ടൂ എന്നാണ് സഹദേവൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയതാട്ടോ, സത്യമാണത്. ഭഗവാനെ കെട്ടിയിടാൻ ആർക്കേ സാധിച്ചിട്ടുള്ളൂ? യശോദമ്മയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. യശോദമ്മ എങ്ങനെയാണ് ഭഗവാനെ കെട്ടിയിട്ടത്? സ്നേഹമാകുന്ന പാശത്താൽ മാത്രമാണ് ഭഗവാനെ കെട്ടിയിട്ടതത്രേ. ആ കെട്ടിൽ നിന്ന് ഭഗവാനെ മോചിപ്പിക്കാൻ നന്ദഗോപർക്കേ സാധിച്ചിട്ടുള്ളൂ അത്രേ. എന്തുകൊണ്ടാണ്? യശോദമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ ഭഗവാനെ സ്നേഹിക്കുന്ന മറ്റൊരു ചൈതന്യത്തിനെ മാത്രമേ ആ കെട്ടിൽ നിന്ന് ഭഗവാനെ മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അത്രയും നന്ദഗോപർക്ക് സാധ്യമായത്. അപ്പോൾ ഇതേപോലെ നാം ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ ബന്ധനസ്ഥനാക്കാൻ സാധിക്കട്ടെ. അതിന് വേറൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് ധ്യാനിക്കേണ്ട, ഒരുപാട് നേരം ഇരുന്ന് ജപിക്കേണ്ട, അങ്ങനെയൊന്നും വേണമെന്നില്ല. അങ്ങനെയൊക്കെ ചെയ്താലല്ലേ ചെയ്യാം, ഇതൊക്കെ ഭക്തിയുടെ ഭാവങ്ങൾ തന്നെയാണ്. പക്ഷേ മനസ്സറിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ ഭഗവാൻ ഉണ്ടായിരിക്കും. ഒരിക്കലും നമ്മളെ വിട്ടുപോവാതെ നമ്മളെ ചേർത്ത് മുറുകെ 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 പിടിക്കാനായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനസ്സറിഞ്ഞ് വിളിച്ചോളൂ, ഉണ്ണീ കൃഷ്ണ അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ, ഒരിക്കലും കൈവിടരുതേ എന്നൊന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.